നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. എ കെ ബാലന്റെ ജമാഅത്തെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും രണ്ട് തട്ടിൽ. ബാലന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് MV ഗോവിന്ദൻ. വർഗീയ ശക്തികളോട് അടിയറവ് പറഞ്ഞ ചരിത്രമാണ് UDF-നെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിൽ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് പിണറായിക്കെന്ന് ചെന്നിത്തല. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ ഇടതുമുന്നണി യോഗം പുരോഗമിക്കുന്നു. 110 സീറ്റുകൾ ലക്ഷ്യമിട്ട് തന്ത്രങ്ങൾ മെനയാൻ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി പഠന റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവും ഇന്ന്. വിജയ് ചിത്രം ജനനായകന് UA സർട്ടിഫിക്കറ്റ് നൽകാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവ്. കേസുകൾ തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കുമെന്ന് കോടതി. സെൻസർ ബോർഡ് അപ്പീലിന് പോകും. എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി കേരളം. NSS-നുള്ള വിധി എല്ലാവർക്കും ബാധകമാക്കണമെന്നും ഹർജികളിൽ അടിയന്തര തീരുമാനമെടുക്കണമെന്നും സംസ്ഥാനം. ഒരു വിവാദം വേണ്ടെന്ന് വെച്ചാണ് കലോത്സവ വേദികളുടെ പേരിൽ നിന്ന് താമരയെ ഒഴിവാക്കിയതെന്ന് മന്ത്രി V ശിവൻകുട്ടി. താമര ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണെന്നും മന്ത്രി. താമര ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. അത് തന്നെ ഒരു വിവാദം ഒഴിവാക്കാൻ വേണ്ടി ഇട്ടത് മാത്രമേ. നമ്മുടെ ദേശീയ പുഷ്പം കൂടിയാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് താമരപ്പൂവുമായി എത്തി യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. US പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള വെനസ്വേലയുടെ എണ്ണക്കപ്പലിൽ 3 ഇന്ത്യക്കാർ. US പിടിച്ചെടുത്തത് റഷ്യൻ അന്തർവാഹിനിയുടെ അകമ്പടിയിൽ പോയ വെനസ്വേലിയൻ എണ്ണക്കപ്പൽ മറിനേര. എ കെ ബാലന്റെ ജമാഅത്തെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും രണ്ട് തട്ടിൽ. എ കെ ബാലനെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുമ്പോൾ ബാലന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. അതേസമയം വർഗീയ ശക്തികളോട് അടിയറവ് പറഞ്ഞ ചരിത്രമാണ് UDF-നെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിൽ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്ത് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കവേ മുതിർന്ന CPM നേതാവ് എ കെ ബാലന്റെ ജമാഅത്തെ പ്രസ്താവന ചൂടേറിയ ചർച്ചാ വിഷയമാകുമ്പോൾ CPM-നുള്ളിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നു. ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ചും ന്യായീകരിച്ചും മുഖ്യമന്ത്രി രംഗത്ത് വന്നപ്പോൾ ബാലനെതിരെ കടുത്ത വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടറി പാർട്ടി യോഗത്തിൽ നടത്തിയത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചകൾക്ക് മറുപടി പറയവേ എ കെ ബാലന്റെ പ്രസ്താവന അസംബന്ധമെന്ന് MV ഗോവിന്ദൻ വിമർശിച്ചു. ഭാവനയിൽ നിന്നുള്ള ചോദ്യത്തിന് ഭാവനാപരമായ മറുപടിയാണ് ബാലൻ നൽകിയതെന്നും നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്നും പാർട്ടി സെക്രട്ടറി വിമർശിച്ചു. പാലക്കാട് ജില്ലാ ഘടകവും എ കെ ബാലനെതിരെ കടുത്ത വിമർശനം നടത്തിയിരുന്നു. പാർട്ടി ബാലനെതിരെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പ്രസ്താവന ശരിയെന്ന് അടിവരയിടുന്നത്. അതേസമയം ബാലന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മാറാട് കലാപവും 5ാം മന്ത്രി വിവാദവും ഓർമ്മിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ഭൂരിപക്ഷ വോട്ടുകളാണെന്ന ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. വർഗീയ ശക്തികൾക്ക് മുന്നിൽ എല്ലാ കാലത്തും അടിയറവ് പറഞ്ഞവരാണ് UDF എന്ന ചരിത്രം ഓർമ്മിപ്പിച്ച് ആരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി പുറത്തെടുക്കുന്നത് വർഗീയ രാഷ്ട്രീയമാണെന്ന് തുറന്നുകാട്ടാനൊരുങ്ങുകയാണ് UDF. BJP-യുടെ അതേ ഭാഷയാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്ന ആരോപണം ഉയർത്തി BJP CPM കൂട്ടുകെട്ടെന്ന പ്രചാരണവും UDF ശക്തിപ്പെടുത്തുന്നു. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJP-യുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് കേരളത്തെ രൂപപ്പെടുത്താനാണ് പിണറായിയുടെ ശ്രമമെന്ന് രമേശ് ചെന്നിത്തല. വർഗീയ വിഭജനം മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാനാണ് CPM-ന്റെ നീക്കം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CAA കൂട്ടുപിടിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഗോള അയ്യപ്പ സംഗമം അടുത്തത് വർഗീയത മുന്നോട്ട് വച്ചാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ
വർഗീയമായി ഭിന്നിപ്പിക്കുകയും ആ വർഗീയ ഭിന്നിപ്പിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? അത് സംസ്ഥാന താല്പര്യത്തിന് ഗുണകരമാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് മിൻറ്റോയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി ആദ്യമായി ഇന്ത്യയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. 110 സീറ്റുകളെന്ന ലക്ഷ്യത്തിലൂന്നി പ്രചരണങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ ഇടതുമുന്നണി യോഗം ചേരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി പഠിച്ച ഓരോ ഘടകകക്ഷികളും തങ്ങളുടെ റിപ്പോർട്ട് മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കും. ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നാണ് CPM ഒഴികെയുള്ള ഘടകകക്ഷികളുടെ വിലയിരുത്തൽ. CPI ഉൾപ്പെടെ സർക്കാരിൻ്റെ പ്രവർത്തന ശൈലിയെ വിമർശിക്കുമ്പോൾ അവലോകന റിപ്പോർട്ടുകൾ CPM അംഗീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ തന്ത്രങ്ങളും മുന്നണിയിൽ ചർച്ചയാകും. മേഖലാ ജാഥകളുടെ ക്യാപ്റ്റന്മാരെ തീരുമാനിക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സർക്കാരിനെതിരെ പരസ്യമായി വിമർശനം നടത്തേണ്ടതില്ല എന്നാണ് CPIയുടെ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ടേം വ്യവസ്ഥയിലെ ഇളവുകളും എക്സിക്യൂട്ടീവിൽ ഉണ്ടാകും. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് നൽകിയിട്ടുള്ള പൂക്കളുടെ പേരിൽ നിന്നും താമരയെ ഒഴിവാക്കിയതിൽ തൃശ്ശൂരിൽ പ്രതിഷേധം ശക്തം. കലോത്സവം മീറ്റിംഗ് നടക്കുന്ന തൃശ്ശൂർ ടൗൺ ഹാളിലേക്ക് യുവമോർച്ച മാർച്ച് സംഘടിപ്പിച്ചു. താമരപ്പൂ കൈകളിലേന്തിയായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. ദേശീയ പുഷ്പമായ താമരയെ കലോത്സവത്തിൽ നിന്നും ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമെന്ന് യുവമോർച്ച ആരോപിച്ചു. അതേസമയം വിവാദം ഒഴിവാക്കാൻ വേണ്ടിയാണ് താമര മാറ്റിയതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. അങ്ങനെയൊന്നും ഒരു പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇവിടെ തൃശ്ശൂർ വെച്ച് നടന്ന കലോത്സവത്തിലും പിന്നെ താമര അന്നും പുഷ്പങ്ങളുടെ പേരായിരുന്നല്ലോ എല്ലായിടത്തും ഇട്ടിരുന്നത്. അന്നും താമര ചിഹ്നം താമരയില്ലായിരുന്നു. താമര ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. അത് തന്നെ വിവാദം ഒഴിവാക്കാൻ വേണ്ടി ഇട്ടത് മാത്രമേ. നമ്മുടെ ദേശീയ പുഷ്പം കൂടിയാണ്. തമിഴകത്തിൻ്റെ സൂപ്പർ താരവും TVK സ്ഥാപകനുമായ വിജയുടെ അവസാന ചിത്രം ജനനായകന് പ്രദർശനാനുമതി. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇത്തരം കേസുകൾ തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്ന് കോടതി പറഞ്ഞു. അതേസമയം അപ്പീലിന് പോകാനാണ് സെൻസർ ബോർഡിൻ്റെ തീരുമാനം. ചീഫ് ജസ്റ്റിസ് ബോർഡിനെ സമീപിച്ചിട്ടുണ്ട്. കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടത് എന്തിനാണെന്ന് നേരത്തെ വാദത്തിനിടയിൽ കോടതി ചോദിച്ചിരുന്നു. കമ്മിറ്റിയിൽ അംഗമായ ഒരാൾ തന്നെ പരാതിക്കാരനാകുന്നത് അനാരോഗ്യമായ പ്രവണതയാണെന്നും കോടതി വിമർശിച്ചിരുന്നു. വെനസ്വേലയിൽ നിന്നും എണ്ണ കടത്തുന്നു എന്നാരോപിച്ച് US സൈന്യം പിടികൂടിയ റഷ്യൻ കപ്പലിലെ 28 ജീവനക്കാരിൽ 3 പേർ ഇന്ത്യക്കാരാണെന്ന റിപ്പോർട്ട്. യുക്രൈൻ, ജോർജിയൻ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റ് ജീവനക്കാർ. കസ്റ്റഡിയിലെടുത്ത ജീവനക്കാർക്ക് മാന്യവും മനുഷ്യത്വപരവുമായ പരിഗണന നൽകണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. വടക്കൻ അറ്റ്ലാന്റിക്കിലൂടെ പോവുകയായിരുന്ന മാരിനേര എന്ന റഷ്യൻ കപ്പൽ ബുധനാഴ്ചയാണ് US തീരരക്ഷാസേന പിടിച്ചെടുത്തത്. അമേരിക്കയുടെ ഉപരോധം ലംഘിച്ചെന്നാരോപിച്ചാണ് കപ്പൽ പിടിച്ചെടുത്തത്. ആഴ്ചകളോളം കപ്പലിനെ പിന്തുടർന്ന ശേഷമായിരുന്നു അമേരിക്കൻ നടപടി. കപ്പലിനൊപ്പം ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. 28 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. ഇവരിൽ 3 പേർ ഇന്ത്യക്കാരാണ്. എന്നാൽ ഇവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ജീവനക്കാരിൽ 17 പേർ യുക്രൈൻ സ്വദേശികളും 6 പേർ ജോർജിയൻ സ്വദേശികളും 2 പേർ റഷ്യക്കാരുമാണ്. കസ്റ്റഡിയിലെടുത്ത ജീവനക്കാർക്ക് മാന്യവും മനുഷ്യത്വപരവുമായ പരിഗണന നൽകണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ നടപടി കടൽക്കൊള്ളയെന്ന് റഷ്യ പ്രതികരിച്ചു. റഷ്യൻ പതാകയുള്ള കപ്പൽ പിടിച്ചെടുക്കുന്നത് റഷ്യയെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. ഇത്തരം സാഹചര്യത്തിൽ മറുപടിയായി ആണവായുധം ഉപയോഗിക്കാൻ പോലും റഷ്യയിലെ സൈനിക നിയമം അനുവദിക്കുന്നുണ്ടെന്ന് പ്രതിരോധ വിഭാഗം മേധാവി അലക്സി ഷുറാവ്ലേവ് പ്രതികരിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും സമുദ്ര ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യം അട്ടിമറിക്കരുതെന്നും റഷ്യ പ്രതികരിച്ചു. അതേസമയം തങ്ങൾക്കല്ലാതെ മറ്റാർക്കും എണ്ണ വിൽക്കരുത് എന്ന നിലപാട് ശക്തമാക്കുകയാണ് അമേരിക്ക. ന്യൂസ് ഡെസ്ക് അമൃത TV. ഉക്രൈനിൽ വീണ്ടും റഷ്യയുടെ ആക്രമണം. കീവിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 3 പേർ മരിച്ചു, 16 പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. ആണവശേഷിയുള്ള മിസൈൽ ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയതെന്ന്, ജനവാസ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഉക്രൈനിലെ ആക്രമണം തടയുന്നതിനായി പാശ്ചാത്യ സമാധാന സേനയെ ഉക്രൈനിലേക്ക് വിന്യസിക്കുവാനുള്ള പദ്ധതി റഷ്യ നിരസിച്ചു.
ബംഗാൾ ഗവർണർ CB ആനന്ദ ബോസിന് ഭീഷണി വന്ന പശ്ചാത്തലത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്നലെ രാത്രി വൈകിയാണ് വധഭീഷണി സന്ദേശം എത്തിയത്. അതിനിടയിൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സുരക്ഷാ സേനയില്ലാതെ കൊൽക്കത്തയിലൂടെ ഗവർണർ നടക്കുമെന്ന് ലോക്ഭവൻ അറിയിച്ചു. ആനന്ദ ബോസ് കഴിഞ്ഞ ദിവസം NSSനെതിരെ വിമർശനവുമായി എത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഇനി പുതിയ ഓഫീസിൽ. വിവാദങ്ങൾക്ക് വിരാമമിട്ട് മണ്ഡലത്തിലെ മരുതുംകുഴിയിലെ വൈബിൻ്റെ കെട്ടിടത്തിലെ പുതിയ ഓഫീസിലേക്ക് MLA മാറി. വാർഡ് കൗൺസിലർ R ശ്രീലേഖയുമായി അടുത്തിടെ ഓഫീസിൻ്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് മാറ്റം. മരുതൻകുഴിയിൽ MLAയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വൈബ് സൊസൈറ്റിയുടെ കെട്ടിടത്തിലാണ് പുതിയ ഓഫീസ്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടത്തിലെ മുറി ഒഴിയണമെന്ന് BJP കൗൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കോർപ്പറേഷനുമായി കരാറുണ്ടെന്നും ഒഴിയില്ലെന്നും VK പ്രശാന്ത് ആദ്യം നിലപാടെടുത്തെങ്കിലും പിന്നീട് തർക്കത്തിനില്ലെന്ന് വ്യക്തമാക്കി ഓഫീസ് മാറാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ വിവാദങ്ങൾക്കില്ല. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷവും നേരത്തെ ഇരുന്ന 1.5 വർഷവും കൂടെ ചേർത്ത് നന്നായിട്ട് കാര്യങ്ങൾ ഇടപെട്ട ആളാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് വിവാദങ്ങൾ വേണ്ട, അത് അവസാനിപ്പിച്ച് ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ വേണ്ടി തീരുമാനിച്ചു. ജനങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഇടം എന്നതാണ് പുതിയ ഓഫീസിന്റെ കാര്യത്തിൽ പരിഗണിച്ചതെന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കുറച്ചുകൂടി സൗകര്യമുള്ള ഓഫീസാണെന്നും MLA വ്യക്തമാക്കി. മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ മറച്ചുവെച്ച് വിവാദങ്ങളെ ഉയർത്തിക്കാട്ടാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിച്ചുവെന്നും അതിന്റെ കൂടെ ഭാഗമായാണ് ഓഫീസ് മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ നിയമസഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധി. TN പ്രതാപൻ ഉറച്ച സീറ്റ് ലക്ഷ്യമിട്ടതോടെ സ്ഥാനാർത്ഥി നിർണയം വിഷമഘട്ടത്തിലുമായി. മണലൂർ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ഒന്നിൽ മത്സരിക്കാനാണ് പ്രതാപന്റെ നീക്കം. തൃശൂരിൽ VM സുധീറിനെ മത്സരത്തിനിറക്കാൻ KPCCയിൽ സമ്മർദ്ദം ഉണ്ട്. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയ കേരളം NSSനുള്ള വിധി എല്ലാവർക്കും ബാധകമാക്കണമെന്നും ഹർജികളിൽ അടിയന്തര തീരുമാനമെടുക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ നീക്കം. കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ നിലവിൽ 6230 ജീവനക്കാർ ജോലി ചെയ്യുന്നത് താൽക്കാലിക ശമ്പള സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായാൽ കൂടുതൽ ഗുണം ലഭിക്കുക ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്കാണ്. ജസ്റ്റിസ് JK മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ പശ്ചിമ ബംഗാൾ കേന്ദ്ര ഏജൻസികളും തൃണമൂൽ സർക്കാരും തമ്മിൽ തുറന്ന പോര്. IPAC ഓഫീസിൽ ED നടത്തിയ റെയ്ഡാണ് പുതിയ ഏറ്റുമുട്ടലിന് വഴിവച്ചിരിക്കുന്നത്. റെയ്ഡ് തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ED ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വികൃതിയാണ് ഇപ്പോൾ കാണുന്നതെന്ന് മമത പരിഹസിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP തൃണമൂൽ പോര് പശ്ചിമ ബംഗാളിൽ കൂടുതൽ ശക്തമാവുകയാണ്. IPAC ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. തൃണമൂൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നോക്കുന്ന ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി ഓഫീസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. എന്നാൽ റെയ്ഡ് നടക്കുന്നതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിയും അനുയായികളും എത്തി. ചില രേഖകളും മറ്റും എടുത്തു മടങ്ങിയതോടെയാണ് രാഷ്ട്രീയ വിവാദവും നിയമപോരാട്ടവും വീണ്ടും ആരംഭിച്ചത്. പരിശോധന തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നീക്കം നടന്നുവെന്നും രേഖകൾ കൊണ്ടുപോയെന്നും ചൂണ്ടിക്കാട്ടി ED ഹൈക്കോടതിയെ സമീപിച്ചു. IPAC ഓഫീസിലും സ്ഥാപന മേധാവി പ്രദീപ് ബാനർജിയുടെ വീട്ടിലുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ വൈകിട്ട് പരിശോധന നടത്തിയത്. ഖനന തട്ടിപ്പിന്റെ ഭാഗമായി കള്ളപ്പണ ഇടപാട് നടന്നു എന്നതാണ് ED കേസിന് ആധാരം. എന്നാൽ 2020 എടുത്ത കേസിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഡൽഹിയിലും പശ്ചിമ ബംഗാളിലുമായി 10 ഇടത്താണ് എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തിയത്. അതേസമയം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പരിശോധനയെന്ന് തൃണമൂൽ ആരോപിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ പിടിച്ചെടുക്കാനാണ് ED ഉപയോഗിക്കുന്നതെന്ന് മമത കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രമാണ് എടുത്തതെന്നും അവർ വ്യക്തമാക്കുന്നു. പരിശോധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് തൃണമൂൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പരിശോധനകൾ BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വികൃതിയാണ് ഇതിന് പിന്നിലെന്നും മമതാ ബാനർജി പരിഹസിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ED ഡെപ്യൂട്ടി ഡയറക്ടർ രാധാകൃഷ്ണനെതിരെ എത്രയും വേഗത്തിൽ FIR ഇട്ട് അന്വേഷണം നടത്തണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. 1 മണിക്കൂർ താമസിച്ചാൽ അയാൾക്ക് സ്വാധീനത്തിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അയാൾ എന്തൊക്കെ കോലാഹലം അയാൾ ഉണ്ടാക്കി കേരളത്തിൽ. സ്വർണ്ണപ്പാളി അല്ലെ സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചെമ്പ്,
പിന്നെ സ്വപ്ന സുരേഷ്, ലൈഫ് മിഷൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിക്കുള്ള അന്വേഷണം, പിന്നെ മുഖ്യമന്ത്രി ഇതിൽ പ്രതിയാക്കുന്നതിന് വേണ്ടി ആളുകളെ കൊണ്ട് പറയിപ്പിക്കൽ, എന്തൊക്കെ കോലാഹലമാണ് ഇയാൾ കാണിച്ചത്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ നിത്യവിസ്മയ ഭാവനാദം നിലച്ചിട്ട് ഒരാണ്ട് 6 പതിറ്റാണ്ടോളം പി ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ പാടിയ പാട്ടുകൾ ഇപ്പോഴും ആസ്വാദക ഹൃദയങ്ങളിൽ തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്നു. പി ജയചന്ദ്രൻ സൃഷ്ടിച്ച ഭാവവസന്തത്തിന് 7 അഴകാണ്. ദൈവസിദ്ധമായ ഒരു ശബ്ദത്തോട് സ്വതസിദ്ധമായ ഭാവാത്മകത കൊണ്ടാണ് ജയചന്ദ്രൻ ഏറ്റുമുട്ടിയത്. അതിലൂടെ കേരളീയ തനിമ കൂടി അദ്ദേഹം വീണ്ടെടുക്കുകയായിരുന്നു. ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. പ്രണയഗാനങ്ങൾക്ക് തൻ്റേതായ ഭാവസൗന്ദര്യം പകർന്നതോടെ പി ജയചന്ദ്രൻ മലയാളികളുടെ പ്രിയ ഭാവഗായകനായി. സിനിമയിൽ ആദ്യ അവസരം ലഭിക്കുന്നത് 21-ാം വയസ്സിൽ. കുഞ്ഞാലി മരക്കാറിലെ ഒരു മുല്ലപ്പൂമാലയുമായി എന്നതാണ് ആദ്യ ഗാനം. എന്നാൽ ആദ്യം പുറത്തു വന്നത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയ ഗാനമായ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നതാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. പി ഭാസ്കരൻ ഗാനരചനയിലും കെ രാഘവൻ സംഗീത സംവിധാനത്തിലും പുലർത്തിയ കേരളീയത മറ്റൊരു തലത്തിൽ പി ജയചന്ദ്രൻ എന്ന ഗായകൻ പാട്ടുകളിലൂടെ പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ശബ്ദമാധുര്യം കൊണ്ട് പുതുമ സൃഷ്ടിച്ച പി ജയചന്ദ്രൻ അന്യഭാഷയിലും ആസ്വാദകരുടെ ഹൃദയം കവർന്നു. പതിനാറായിരത്തിലധികം ഗാനങ്ങൾ പാടി മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം 5 തവണയും ദേശീയ പുരസ്കാരം 1 തവണയും JC ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. എറണാകുളം ജില്ലയിലെ രവിപുരത്ത് കൊച്ചിനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ 3ാമനായാണ് ജയചന്ദ്രന്റെ ജനനം. കാൽപ്പനികമായ പ്രണയ കവിതകളെ സ്നേഹിച്ച ഗായകനായിരുന്നു ജയചന്ദ്രൻ. അതുകൊണ്ട് തന്നെയാകണം അത്തരം ഗാനങ്ങളെ മനോഹരമായി ആവിഷ്കരിച്ച ഗായകനായി അദ്ദേഹം മാറിയത്. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ, രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ KC ശോഭിതയ്ക്കെതിരെ നടപടിക്കൊരുങ്ങി DCC നേതൃത്വം. പാറോപ്പടി ഡിവിഷനിൽ KPCC സെക്രട്ടറി PM നിയാസ് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനെതിരെ KC ശോഭിത ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് വിവാദമായ സാഹചര്യത്തിലാണ് DCC നേതൃത്വം നടപടിക്ക് ഒരുങ്ങുന്നത്. പാറോപ്പടി ഡിവിഷനിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് PM നിയാസ് പരാജയപ്പെടാൻ കാരണം KC ശോഭിതയാണെന്ന് DCCക്ക് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതായാണ് വിവരം. ശോഭിതയെയും പിതാവും മുൻ DCC പ്രസിഡന്റുമായ KC അബുവിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനെതിരെ ഇന്നലെ KC ശോഭിത ഫേസ്ബുക്ക് പോസ്റ്റിട്ടതാണ് വിവാദമായത്. താൻ പെട്ടി തൂക്കിയല്ല കോൺഗ്രസിലെത്തിയതെന്നുൾപ്പെടെ രൂക്ഷമായ വിമർശനമാണ് ശോഭിത FBയിലൂടെ ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിലാണ് DCC നേതൃത്വം നടപടിക്കൊരുങ്ങുന്നത്. KC ശോഭിത ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകയാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന നഗരസഭയിൽ. ഈ കാര്യത്തിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നടപടി പൂർണ്ണമായി തെറ്റാണ്. ഞാൻ അവരുടെ വിശദീകരണം ചോദിക്കുന്നുണ്ട്, അതവർ തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് ആരും നടപടി സ്വീകരിക്കും. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്ത സാഹചര്യത്തിൽ പരാതിയുണ്ടെങ്കിൽ ശോഭിത നേതൃത്വത്തെ അറിയിക്കാതെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതിനെതിരെ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നുണ്ട്. ശോഭിതയ്ക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ശോഭിതയോട് വിശദീകരണം തേടാൻ DCC നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA PV അൻവറിനെ ED വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യത. ഇന്നലെ 12 മണിക്കൂറോളം അൻവറിനെ ED ചോദ്യം ചെയ്തിരുന്നു. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിലാണ് PV അൻവറിനെതിരായ ED അന്വേഷണം. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ അൻവറിന്റെ സ്വത്തിൽ 50 കോടി വർധനയുണ്ടായെന്നാണ് ED കണ്ടെത്തൽ. വിജിലൻസ് എടുത്ത കേസിന്റെ തുടർച്ചയായാണ് EDയും കേസെടുത്തത്.
കോഴിയിറച്ചിയുടെ വില വീണ്ടും ഉയരാൻ സാധ്യത. കോഴി വളർത്തലിനെ കൃഷിയായി അംഗീകരിക്കണമെന്നും കോഴി കർഷകരോടുള്ള ചൂഷണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ പൗൾട്രി ഫാമുകൾ അടച്ചിടാൻ ഒരുങ്ങുന്നു. തമിഴ്നാട്ടിലെ പൗൾട്രി ഫാം അസോസിയേഷന്റെ സമരത്തോടെ സംസ്ഥാനത്ത് കോഴിവില വീണ്ടും ഉയർന്നേക്കും. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇറച്ചിക്കോഴി ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അന്യ സംസ്ഥാനങ്ങളിൽ കോഴി വളർത്തൽ കൃഷിയായി അംഗീകരിച്ച് സബ്സിഡികളും സഹായങ്ങളും കർഷകർക്ക് നൽകുന്നുവെന്നും കേരളത്തിൽ കർഷകർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ലെന്നും ഇറച്ചിക്കോഴി ഉൽപ്പാദകർ പറയുന്നു. സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ കോഴി വളർത്തൽ തൊഴിലായി സ്വീകരിച്ച 10,000-കണക്കിന് കർഷകർ ഇവിടെയുണ്ട്. ഇവരെ സർക്കാർ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. മേഖലയ്ക്ക് വേണ്ട അവശ്യ വസ്തുക്കളായ കോഴിക്കുഞ്ഞ്, തീറ്റ, മുട്ട തുടങ്ങിയവ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോഴും ലൈസൻസ്, കെട്ടിട നികുതി, ആഡംബര നികുതി, ലേബർ സെസ് എന്നിവയുടെ പേരിൽ കർഷകരെ ചൂഷണം ചെയ്യുകയാണെന്ന് ഇവർ പറയുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ കോഴി കർഷകരെ ഞെക്കിക്കൊല്ലുന്ന രീതിയിൽ നിലവിലുള്ള ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോവുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് തീരുമാനിച്ചിട്ടുള്ളത്. കോഴി വളർത്തുന്ന കോഴി കർഷകരായി കണ്ടുകൊണ്ട് ഈ മറ്റു കർഷകർക്ക് ലഭ്യമാക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ഈ കോഴി കർഷകർക്കും ലഭ്യമാക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രത്യക്ഷമായ ഈ ഫാമുകൾ അടച്ചുകൊണ്ടും മറ്റു സമരങ്ങളുമായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വരുന്ന ആളുകളിൽ കോഴി ഇറച്ചിക്ക് വില വർദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമരം കേരളത്തിൽ കാണാൻ വേണ്ടി പോകുന്നു. നവകേരള സദസ് വഴി മുഖ്യമന്ത്രിക്ക് നൽകിയ 724 അപേക്ഷകളിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ ഫാമുകൾ അടച്ചിട്ട് പ്രത്യക്ഷമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് കേരള പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സമരം തുടങ്ങിയാൽ ക്രിസ്മസും പുതുവത്സരവും കഴിഞ്ഞിട്ടും കുതിപ്പ് കൊണ്ടിരുന്ന കോഴിയിറച്ചി വില ഇനിയും വർദ്ധിക്കും. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിൽ പതിവ് പോലെ ഭക്തരുടെ തിരക്ക് തുടരുകയാണ്. ഇതുവരെ 35,000-ഓളം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുതിയ ബാച്ച് പോലീസ് സേന സുരക്ഷാ ചുമതല ഏറ്റെടുക്കും. സന്നിധാനത്ത് നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ ഒരു നേരിയ തിരക്ക് കുറവ് ഇന്നുണ്ട്. അത് വളരെ കുറച്ച് മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്തു തന്നെയായാലും ശബരിമലയിലേക്ക് 1 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ എല്ലാ ദിവസവും ദർശനത്തിനായി എത്തുന്നു എന്നത് തന്നെയാണ്. ഇന്നലെ മാത്രം 95,680 അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. ആ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് 1 ലക്ഷത്തിനടുത്ത് അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും എത്തുമെന്നത് തന്നെയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മകരവിളക്കിന് അവശേഷിക്കുന്നത്. അതുകൊണ്ട് മകരവിളക്കിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അത് കണക്കിലെടുത്തും അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഉള്ള അയ്യപ്പ ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കൃത്യമായി ശബരിമലയിൽ സന്നിധാനത്ത് ദർശനം നടത്തിയതിനു ശേഷം പമ്പയിലേക്ക് തിരികെ എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുകയും ചെയ്യുന്നത്. ഇന്ന് പുതിയ ബാച്ച്, പോലീസിന്റെ പുതിയ ബാച്ച്, മകരവിളക്കിലേക്ക് നിന്നുള്ള പുതിയ ബാച്ച് ഇന്ന് ചുമതല ഏറ്റു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ ആയിരിക്കും മകരവിളക്കിന് ഉള്ള തിരക്ക് നിയന്ത്രണമടക്കം എടുക്കുക. ഒപ്പം തന്നെ കേന്ദ്രസേനയടക്കം സന്നിധാനത്ത് ആദ്യം മുതൽ തന്നെ കർമ്മനിരതരായുണ്ട്. അവരുടെ കൂടി ഇവരെല്ലാവരും ചേർന്നാണ് ശബരിമലയിലെ തിരക്കു നിയന്ത്രണം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ മകരവിളക്കിലേക്ക് കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തങ്ങാനുള്ളൊരു സാധ്യതയാണ് കണക്കിലെടുക്കുന്നത്. അത് കണക്കിലെടുത്ത് അവരെ അവിടേക്ക് തിരികെ പമ്പയിലേക്ക് എത്തിച്ച് മടങ്ങുന്നതിനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. സന്നിധാനത്ത് വിവിധ ഇടങ്ങൾ കൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിലടക്കം മകരവിളക്ക് ദർശിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടേക്ക് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നതിനോ അല്ലെങ്കിൽ അവിടേക്ക് അവരെ മാറ്റുന്നതിനോ വേണ്ട നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. എന്തുതന്നെയായാലും സന്നിധാനത്ത് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ദർശനത്തിനായി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. വിവിധ സ്ഥലങ്ങളിൽ ഇവർ തമ്പടിക്കുകയാണ്. അത് ഒഴിവാക്കുന്നതിനുള്ള സാഹചര്യം പോലീസ് നോക്കുന്നുണ്ട്. എന്തുതന്നെയായാലും അയ്യപ്പ ഭക്തർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ഇവിടെയുള്ളത്. അവർ ദർശനം മകരവിളക്ക് ദർശിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ തങ്ങാനുള്ള സാഹചര്യമാണ് വരും ദിവസങ്ങളിലുണ്ടാവുക. അത് ഒഴിവാക്കുക എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ചുമതലയേൽക്കുന്ന പോലീസിന് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും നൽകുക. ഒപ്പം തന്നെ സന്നിധാനത്ത് വിളക്കിനോടനുബന്ധിച്ച് തിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുകയും ചെയ്യും. ഇനി കായിക വാർത്തകൾ. സ്പാനിഷ് സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ ഫൈനൽ. രണ്ടാം സെമിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 1-2 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് തോൽപ്പിച്ചത്.
Electrifying. Utterly magnificent. ഫെഡറിക്കോ വാൽവർഡെയും റോഡ്രിഗോയും റയൽ മാഡ്രിഡിനായി ഗോൾ നേടിയപ്പോൾ അലക്സാണ്ടർ സോർലോത്ത് അത്ലറ്റിക്കോയുടെ ഏക ഗോൾ നേടി. ഞായറാഴ്ചയാണ് ഫൈനൽ. നേരത്തെ ബാഴ്സലോണ അത്ലറ്റിക് ക്ലബിനെ 5-0 തകർത്താണ് ഫൈനലിൽ എത്തിയത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.